അരിയന്നൂർ ശ്രീ ഹരി കന്യകാദേവി ക്ഷേത്രം തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ സ്ത്രീ അവതാരമായ മോഹിനി സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭാരതത്തിൽ മോഹിനി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് ഇത്. പറയിപ്പെട്ട പന്തിരക്കുളത്തിലെ ഉളിയന്നൂർ പെരുന്തച്ഛനാണ് ഈ ക്ഷേത്രം പണിതത്. അതും ഒറ്റ രാത്രി കൊണ്ടെന്ന് വിശ്വസിക്കുന്നു. ശ്രീകോവിലിൻ്റെ പിൻഭാഗത്ത് പെരുന്തച്ഛൻ ഉപയോഗിച്ചിരുന്ന ഉളിയും കാണാം. കിഴക്കോട്ട് ദർശനമായുള്ള ക്ഷേത്രത്തിന് 2 നിലകളോട് കൂടിയ ചതുരശ്രീ കോവിലാണ് ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ ചെങ്കൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുൻപ് രാജാക്കന്മാർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരുന്നില്ല. മാത്രമല്ല, കിരീടം വെച്ചുള്ള കഥകളി, ഓട്ടംതുള്ളൽ മുതലായ കലാരൂപങ്ങൾ പോലും ഇവിടെ അരങ്ങേറാറില്ല. ഉത്സവത്തിന് പിടിയാനകളാണ് തിടമ്പേറ്റുന്നത്. കൊമ്പനാനകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. ഉത്സവത്തിന് സ്ത്രീകളാണ് ഇവിടെ വിളക്ക് പിടിക്കുക എന്ന പ്രത്യേകതയും ഉണ്ട്. ദ്വാരപാലകന്മാർക്ക് പകരം ദ്വാരപാലികമാരാണ് ഇവിടെയുള്ളത്. മൂർത്തി വിഷ്ണു ആണെങ്കിലും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം പരിഗണിക്കപ്പെടുന്നു. അമൃതമദന വേളയിൽ മന്ദരപർവ്വതം താഴേക്കു പോയപ്പോൾ അതിനെ ഉദ്ധരിക്കുവാൻ ഭഗവാൻ വിഷ്ണു കൂർമാവതാരം സ്വീകരിച്ചു. പിന്നീട് കാലകൂട വിഷവും ധാരാളം അമൂല്യ വസ്തുക്കളും പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. ഒടുവിൽ അമൃത കലശവുമായി ധന്വന്തരി രൂപം സ്വീകരിച്ച ഭഗവാൻ അവതരിച്ചപ്പോൾ ശക്തന്മാരായ അസുരർ ധന്വന്തരി ഭഗവാന്റെ കയ്യിൽ നിന്ന് അമൃതകുംഭം തട്ടിപ്പറിച്ചെടുത്തു. അസുരന്മാരിൽ നിന്ന് അമൃതം തിരികെ വാങ്ങി ദേവന്മാർക്ക് നൽകുവാൻ ഭഗവാൻ എടുത്ത സ്ത്രീ രൂപമാണ് മോഹിനി. മോഹിനി സുതനായ ശാസ്താവിന് ശ്രീകോവിലിനകത്ത് തന്നെ പ്രതിഷ്ഠയുണ്ട്. എന്നാൽ ഉത്സവത്തിന് മാത്രമേ ശാസ്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. 5 അടിയോളം പൊക്കമുള്ള ഇവിടുത്തെ വിഗ്രഹം ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ ശിരസ് ഛേദിക്കുകയുണ്ടായി. പിന്നീട് വിഗ്രഹത്തിന് ശിരസ് ചേർത്ത് വെച്ച് പഞ്ചലോഹ തകിട് കൊണ്ട് പൊതിഞ്ഞ വിഗ്രഹമാണ് ഇപ്പോൾ ദർശിക്കുവാൻ സാധിക്കുക. ഹരികന്യകാപുരം എന്ന പേര് പിന്നീട് ലോപിച്ച് അരിയന്നൂർ എന്നായി മാറുകയാണ് ഉണ്ടായത്. ഗുരുവായൂർ നിന്ന് കുന്നംകുളം റൂട്ടിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കണ്ടാനശ്ശേരി അരിയന്നൂർ ഹരികന്യകാ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. സമീപത്ത് തന്നെ ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.